മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ, നമ്മളിപ്പം ഈ സെക്ഷനിൽ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ്. ഇവിടെ നമ്മൾ ലഗ്രാഞ്ച് മെത്തേഡ് അഥവാ ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് നിങ്ങൾക്ക് 15 മാർക്കിന് ചോദിക്കുന്ന എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് മിക്കവാറും ഈ മോഡ്യൂളിൽ ലഗ്രാഞ്ച് മെത്തേഡിലെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണിത്. 15 മാർക്കിന് ചോദിക്കുന്ന ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം 15 മാർക്കിന് ചോദിക്കാൻ മീൻസ് ഇതിന് സബ് പാർട്സ് ഒന്നും കാണത്തില്ല. ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് മിക്കവാറും 15 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് ഇതൊരു ലെങ്തി പ്രൊസീജിയർ ആണ് ഇത് സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷെ വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. ടു മാക്സ് ഇതിനകത്ത് പ്രോബ്ലം ലഗ്രാഞ്ച് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനാണെന്നാണ് ഫസ്റ്റോടെ പറഞ്ഞിരിക്കുന്നത്. To maximize f of xy subject to the constraint g of xy is equal to c where c is a constant. So ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മോഡൽ തരുന്നത്. മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക, അഥവാ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം നമുക്ക്. അതായത് ആ ഫംഗ്ഷൻ മാക്സിമം വാല്യൂ കിട്ടണം സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻ. കൂടാതെ ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ കിട്ടണം. എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്? എക്സും വൈയും ആ രണ്ട് വേരിയബിൾസ് ഒരു റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ആണ്. കൺസ്ട്രെയിൻ മീൻസ് ഒരു റെസ്ട്രിക്ഷൻ ആ എക്സും വൈയും സാറ്റിസ്ഫൈ ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയെ മാക്സിമൈസ് ചെയ്യുക മീൻസ് എഫ് ഓഫ് എക്സ് വൈക്ക് മാക്സിമം വാല്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് എക്സും വൈയും ആ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ അതായത് സ്റ്റേഷനറി പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് എവിടെയാണോ ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ കിട്ടുക, അങ്ങനെയാണല്ലോ നമ്മൾ യൂഷ്വലി ചെയ്യുക. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ആണ്. ആ വേരിയബിൾസ് എക്സും വൈയും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. ജി ഓഫ് എക്സ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അതായിരിക്കാം കണ്ടീഷൻ. അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അതുപോലെ സം റിലേഷൻ സാറ്റിസ്ഫൈ ആണ്. എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിലേഷൻ തരും. സോ ആ വേരിയബിൾസ് എക്സും വൈയും ആ റിലേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എക്സും വൈയും എനിക്ക് കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് അത് മാക്സിമം വാല്യൂ തരണം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്. സോ ഇതാണ് സാധാരണ ഒരു റിലേറ്റീവ് എക്സ്ട്രീമം കണ്ടുപിടിക്കുന്ന പ്രോബ്ലവും ലഗ്രാഞ്ച് മെത്തേഡിലെ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം സബ്ജക്ട് ടു എ കണ്ടീഷൻ. അവിടെ ഒരു കണ്ടീഷനും കൂടെ തരും. കൺസ്ട്രെയിന്റ് എന്നാണ് വിളിക്കുക. സോ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിലേഷനും കൂടി അവിടെ തരും. സോ ഈ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ. സോ വി പ്രൊസീഡ് ആസ് ഫോളോസ്. നമ്മളതിന് വേണ്ടി ലഗ്രാഞ്ച് മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ ആ മെത്തേഡാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വി ഇൻട്രൊഡ്യൂസ് ആൻ അൺനോൺ നമ്പർ ലാംഡ കോൾഡ് എ ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ. നമ്മളൊരു അൺനോൺ നമ്പർ ലാംഡ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ എന്നാണ് ഈ ലാംഡയുടെ പേര്. സോ ഈ മെത്തേഡിന്റെ പേര് എന്താണ്? മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ. അതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ലാംഡ എന്ന് പറയുന്ന അൺനോൺ നമ്പർ, ലാംഡ എന്ന് പറയുന്ന അൺനോൺ നമ്പറിന്റെ പേരാണ് ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ. ഓക്കെ, സോ നമ്മളൊരു അൺനോൺ നമ്പർ ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ ലാംഡ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് സോൾവ് ദ ഫോളോയിങ് 3 ഇക്വേഷൻസ് ടു ഫൈൻഡ് ദ അൺനോൺസ് ലാംഡ എക്സ് ആൻഡ് വൈ. കൂടാതെ താഴെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതാണ് ആ മെത്തേഡിലെ ഇക്വേഷൻസ്. സോ ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കണം? ലാംഡ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലാംഡയുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ, പിന്നെ എക്സും വൈയും വേരിയബിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇതിന്റെ മൂന്നിന്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്തെടുക്കും ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട്. ഈ 3 ഇക്വേഷൻസ് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0. ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ആ ഗിവൺ റിലേഷൻ ആണ്, ഗിവൺ കൺസ്ട്രെയിന്റ് ആണ്. പിന്നെ നോക്കുക, ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ ജി ബൈ ഡോ എക്സും മതി. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, അതുപോലെ ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ അതുകൊണ്ട് തന്നെ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ, ഡോ ജി ബൈ ഡോ എക്സും ഡോ ജി ബൈ ഡോ വൈ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഇക്വേഷനകത്ത് എഫിൻ്റെയും ജിയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇക്വേഷനകത്ത് എഫിൻ്റെയും ജിയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ 3 ഇക്വേഷൻസ് പഠിക്കണം. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെമ്പറേച്ചർ ഓഫ് എ പോയിന്റ് ഓർഡർഡ് പെർ എക്സ് വൈ ഓൺ എ യൂണിറ്റ് സർക്കിൾ ഇസ് ഗിവൺ ബൈ ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് വൈ.
സോ ഒരു പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓൺ എ യൂണിറ്റ് സർക്കിളിലെ ഏതൊരു പോയിന്റ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെ ടെമ്പറേച്ചർ തരുന്ന ഫോമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് വൈ. ടി ഓഫ് എക്സ് വൈ മീൻസ് ടെമ്പറേച്ചർ അറ്റ് ദ പോയിന്റ് എക്സ് വൈ, ദാറ്റ് ഈസ് ഗിവൺ ബൈ 1 പ്ലസ് എക്സ് വൈ. ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ടു ഹോട്ടസ്റ്റ് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. അങ്ങനെ ആണെങ്കിൽ ആ സർക്കിളിലെ രണ്ട് ഹോട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ വരുന്ന രണ്ട് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. ഇത് ടെമ്പറേച്ചർ തരുന്ന ഫംഗ്ഷൻ ആണല്ലോ. സോ നമുക്ക് ഹോട്ടസ്റ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കുക മീൻസ് എന്താണ്, ടെമ്പറേച്ചർ മാക്സിമം ആയിരിക്കണം. സോ ഈ ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എനിക്ക് മാക്സിമൈസ് ചെയ്യണം. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എന്താണ്, ടെമ്പറേച്ചർ ഓൺ ദ സർക്കിൾ ആണ്, ഓൺ യൂണിറ്റ് സർക്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഈ പോയിന്റ്സ് എക്സും വൈയും, അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ടെമ്പറേച്ചർ ഓഫ് ടു ഹോട്ടസ്റ്റ് പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. സോ ഹോട്ടസ്റ്റ് പോയിന്റ് മീൻസ് ടെമ്പറേച്ചർ മാക്സിമൈസ് ചെയ്യണം ഓൺ ദ സർക്കിൾ. ഓൺ ദ സർക്കിൾ മീൻസ് എന്താണ്, നമ്മുടെ ഈ എക്സും വൈയും ഒരു സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ എക്സും വൈയും, സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്, യൂണിറ്റ് സർക്കിളിന്റെ സെന്റർ 0യും റേഡിയസ് 1ഉം ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ ഈ എക്സും വൈയും എന്താണ്, സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കണം ആ യൂണിറ്റ് സർക്കിളിലെ. ദാറ്റ് മീൻസ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം, 1 ആയിരിക്കണം. സോ ആ എക്സും വൈയും ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം, ആ സർക്കിളിലാണ് എന്നുള്ളത്. ദാറ്റ് മീൻസ് ദേ ഹാവ് ടു സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ കൺസ്ട്രെയിൻ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സ് വൈ ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ടി ഓഫ് എക്സ് വൈ ആയിട്ട് എടുത്താൽ മതി. സോ 1 പ്ലസ് എക്സ് വൈ ആണ് ആ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ദി ടൈപ്പ് we have to apply Lagrange multiplier method or Lagrange undetermined multiplier method apply. So we have to maximize f of xy is equal to t of xy എന്ന് ഞാൻ കൊടുക്കുന്നു, that is equal to 1 plus xy subject to the constraint g of xy is equal to c എന്നല്ലേ. സോ അതെന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ ഇവിടെ ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും സി എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് ആണ് 1. സോ ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഞാൻ എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, 1ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് വൈ ഇസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ വൈ കിട്ടും. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് എക്സ് എന്ന് കിട്ടും. ഇനി ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഡോ ജി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ 2x, ഡോ ജി ബൈ ഡോ വൈ എടുക്കുമ്പോൾ 2y. സോ എഫിന്റെയും ജിയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും കണ്ടുപിടിച്ചു. ഇനി അപ്ലൈയിങ് ലഗ്രാഞ്ചിയൻ മെത്തേഡ്. സോ ലഗ്രാഞ്ചിയൻ മെത്തേഡിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ ജി ബൈ ഡോ എക്സും ഒക്കെ അറിയാം. സോ വൈ പ്ലസ് ലാംഡ ഇൻറ്റു 2x ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. സെക്കൻഡ് ഇക്വേഷൻ എഴുതും, ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഡോ എഫ് ബൈ ഡോ വൈ ഈസ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു 2y ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ആ കൺസ്ട്രെയിന്റ് ആണ് എടുക്കുന്നത്, ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. അതിവിടെ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ലാംഡയുടെ വാല്യൂവും എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും കണ്ടുപിടിക്കണം. ഫ്രം 1, ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഞാൻ ലാംഡ എഴുതി കഴിഞ്ഞാൽ എന്താണ്, വൈ ആദ്യം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ലാംഡ ഇൻറ്റു 2x മൈനസ് വൈ എന്ന് കിട്ടും. ഇനി 2x വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി രണ്ട് സൈഡിലും. സോ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് വൈ ബൈ 2x. സോ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് എനിക്ക് ലാംഡ മൈനസ് വൈ ബൈ 2x കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഞാൻ ലാംഡ എഴുതിയാൽ അത് എന്ത് കിട്ടും, മൈനസ് എക്സ് ബൈ 2y. സോ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുന്നു. ഇനി 4ഉം 5ഉം ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു ലാംഡ ലാംഡ സ്ക്വയർ എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് വൈ ബൈ 2x ഇൻറ്റു മൈനസ് എക്സ് ബൈ 2y. ഇവിടെ നോക്കുക, വൈ ആൻഡ് വൈ ഗെറ്റ് ക്യാൻസൽ, എക്സ് ആൻഡ് എക്സ് ഗെറ്റ് ക്യാൻസൽ, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്. സോ പ്ലസ് 1/4 എന്ന് കിട്ടും ആൻസർ. ലാംഡ സ്ക്വയർ ഈസ് 1/4. സോ രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ എന്ത് കിട്ടും, ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2. ഇനി put lambda is equal to 1/2 in 1 and 2, we get the same equation. ലാംഡയ്ക്ക് 1/2 എന്ന വാല്യൂ ഈ ഇക്വേഷൻ നമ്പർ 1ൽ കൊടുത്താലും ഇക്വേഷൻ നമ്പർ 2ൽ കൊടുത്താലും, നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1ൽ ലാംഡയ്ക്ക് 1/2, ലാംഡയ്ക്ക് രണ്ട് വാല്യൂ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 1/2. അതിലെ ഫസ്റ്റ് വാല്യൂ ഞാൻ 1/2 പോസിറ്റീവ് 1/2 കൊടുത്താൽ എന്ത് കിട്ടും, ഇത് 1/2 ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയിട്ട് y പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ സെക്കൻഡ് ഇക്വേഷനിൽ എന്താവും, 1/2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, വൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 0, രണ്ടും സെയിം ഇക്വേഷൻ അല്ലേ. സോ നമുക്ക് അവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അതിൽ നിന്ന് എനിക്ക് y ഈക്വൽ ടു എന്ത് എഴുതാം, മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി പുട്ട് ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻ 1 and 2, വി ഗെറ്റ്
അതേപോലെ ലാംഡയ്ക്ക് ഇക്വേഷൻ നമ്പർ 1ലും ഇക്വേഷൻ നമ്പർ 2ലും -1/2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുക y മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ കിട്ടുക. ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കുമ്പോൾ കിട്ടുക എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. സോ ഇത് രണ്ട് ഇക്വേഷനിൽ എന്ത് തന്നെയാണ് കിട്ടുക? എക്സ് ഈക്വൽ ടു വൈ അഥവാ വൈ ഈക്വൽ ടു എക്സ് എന്നാണ് എനിക്ക് രണ്ട് ഇക്വേഷനും കിട്ടുക. ഓക്കെ, ദസ് ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ 1/2 ആകുമ്പോൾ എന്ത് കിട്ടും? വൈ ഈക്വൽ ടു മൈനസ് എക്സ്. ലാംഡ -1/2 ആകുമ്പോൾ എന്ത് കിട്ടും? വൈ ഈക്വൽ ടു പ്ലസ് എക്സ്. സോ എന്ത് പറയാം? ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 എടുക്കുമ്പോൾ എന്ത് കിട്ടും? വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്. ഇനി കേസ് 1 ഇപ്പോൾ വൈക്ക് രണ്ട് വാല്യൂ കിട്ടിയില്ലേ, പ്ലസ് എക്സ് എന്നും മൈനസ് എക്സ് എന്നും. സോ ഞാൻ ഫസ്റ്റ് കേസായിട്ട് വൈ ഈക്വൽ ടു എക്സ് എന്ന് വിചാരിക്കുകയാണ്. നൗ ഇക്വേഷൻ നമ്പർ 3 എടുക്കുന്നു. 3 എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിന്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അവിടെ ഞാൻ വൈക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, 2x സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2 എന്ന് കിട്ടും. ദ സൊല്യൂഷൻസ് ആർ ഇപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് 1/√2 ഞാൻ ആദ്യം എടുത്താൽ എക്സ് ഈക്വൽ ടു പ്ലസ് 1/√2, എക്സിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഫസ്റ്റ് പോസിബിലിറ്റി എക്സ് ഈക്വൽ ടു പ്ലസ് 1/√2 ഞാൻ എടുത്താൽ വൈ അവിടെ എന്തായിരിക്കും? വൈ ഈക്വൽ ടു എക്സ് അല്ലേ ഈ കേസിൽ? വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് 1/√2 ആണെങ്കിൽ വൈയും അത് തന്നെ 1/√2. ഇനി അടുത്ത പോസിബിലിറ്റി എക്സിന് -1/√2 കൊടുക്കുന്നു. അപ്പോഴും വൈ ഈക്വൽ ടു എക്സ് ആ. സോ വൈക്കും ഇതേ വാല്യൂ തന്നെ, വൈ ഈക്വൽ ടു -1/√2. സോ ഇതാണ് രണ്ട് സൊല്യൂഷൻസ്. എന്താണ് 1/√2 ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ എന്ത് പറയാം? 1/√2 1/√2. അടുത്തത് പോയിന്റ് -1/√2 -1/√2. ഓക്കെ, ഇതാണ് രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഇനി അടുത്ത കേസ് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തപ്പോഴല്ലേ ഇത് കിട്ടി. ഇനി y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് അല്ലേ. സോ y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന അടുത്ത കേസായിട്ട് എടുക്കുന്നു. കൺസ്ട്രെയിന്റ് എടുക്കുന്നു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ വൈക്ക് പകരം മൈനസ് എക്സ് കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. 2x square equal to 1, x square equal to 1/2, x equal to plus or minus 1/√2. The solutions എഴുതിയാൽ എക്സിന് ആദ്യം പ്ലസ് 1/√2 കൊടുക്കുന്നു. y ഈക്വൽ ടു മൈനസ് എക്സ് ആ. സോ y ഈക്വൽ ടു എന്താവും? -1/√2 ആവും. അടുത്ത x ഈക്വൽ ടു -1/√2 കൊടുക്കുന്നു. y ഈക്വൽ ടു മൈനസ് എക്സ് ആ. സോ മൈനസ് ഓഫ് -1/√2 ദാറ്റ് ഈസ് പ്ലസ് 1/√2. സോ അടുത്ത രണ്ട് സൊല്യൂഷൻസ് കിട്ടി. സോ മൊത്തം 4 സൊല്യൂഷൻസ് എനിക്ക് കിട്ടി. ആണല്ലോ, ഇവിടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടി, ഇവിടെയും രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഇനി ഓരോ സൊല്യൂഷൻസ് ഞാൻ എടുത്തിട്ട് നമ്മുടെ ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുകയാണ് എവിടെയാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ഓർഡർ പെർ എക്സ് വൈ, അതേപോലെ ടി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നു. ടി ഓഫ് എക്സ് വൈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 പ്ലസ് എക്സ് വൈ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയ പോയിന്റ് 1/√2 1/√2. സോ ടി കണ്ടുപിടിക്കുന്നു 1 പ്ലസ് 1/√2 ഇൻറ്റു 1/√2 ദാറ്റ് ഇസ് 1 പ്ലസ് 1/2 3/2. സോ അതുപോലെ 4 പോയിന്റ്സും എഴുതിയിട്ട് നമുക്ക് ആ കിട്ടിയ 4 സൊല്യൂഷൻസ് 4 പോയിന്റ്സും എഴുതിയിട്ട് ഞാൻ ടി കണ്ടുപിടിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ രണ്ട് വാല്യൂസ് കിട്ടുന്നുള്ളൂ, 3/2 3/2 1/2 1/2. 1/2 എന്ന് പറയുന്നത് 0.5ഉം 3/2 എന്ന് പറയുന്നത് 1.5. സോ ഇതിലെ മാക്സിമം വാല്യൂ എന്താണ്? 3/2 ആണ് മാക്സിമം വാല്യൂ, ടിക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ. അത് ഏതൊക്കെ പോയിന്റ്സിലാണ് കിട്ടുന്നത്? ഈ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് 1/√2 1/√2, അടുത്ത പോയിന്റ് -1/√2 -1/√2. സോ എന്താണ്? ടി ഈസ് മാക്സിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ടി 3/2 വിച്ച് ആർ ഒബ്റ്റൈൻഡ് അറ്റ് 2 പോയിന്റ്സ്. സോ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഹോട്ടസ്റ്റ് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. So therefore maximum temperature on the circle is T is equal to 3/2 at the points 1/√2 1/√2 and -1/√2 -1/√2. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, നമുക്ക് രണ്ട് ഹോട്ടസ്റ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഹോട്ടസ്റ്റ് പോയിന്റ്സ് രണ്ടെണ്ണം നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ മാക്സിമം വരുന്നത് എന്താണ് ആ പോയിന്റ്സിൽ? 3/2 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ലഗ്രാഞ്ച് മെത്തേഡ് ഇഫ് ദർ ആർ 2 കൺസ്ട്രെയിൻറ്റ്സ്. നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് എന്ന് പറയുന്നത് ഒറ്റ കൺസ്ട്രെയിൻറ്റ് മാത്രം വരുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ഇനി രണ്ട് കൺസ്ട്രെയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ പോയിന്റ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ല, എഫ് ഓഫ് എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. കൂടാതെ ഇവിടെ രണ്ട് കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ട്. സോ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഫോമിലാണ്. ടു ഫൈൻഡ് ദ സ്റ്റേഷണറി പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് subject to the constraints g of xyz is equal to c1 and h of xyz is equal to c2. സോ ഈ ഫംഗ്ഷന്റെ സ്റ്റേഷണറി പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്നാണ് പറഞ്ഞത്. മാക്സിമം വാല്യൂ മാത്രമല്ല, സ്റ്റേഷണറി പോയിന്റ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫംഗ്ഷനിലിട്ട് എവിടെയാണോ മാക്സിമം വാല്യൂ വന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അല്ലാതെ നമുക്കിവിടെ കിട്ടുന്ന സ്റ്റേഷണറി പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടം വരെ ചെയ്താൽ മതി. ഈ 4 പോയിന്റ്സുമാണ് സ്റ്റേഷണറി പോയിന്റ്സ് ആയിട്ട് വരിക. അതായത് നമ്മൾ ഇവിടം വരെ ഈ സൊല്യൂഷൻസ് എല്ലാം കണ്ടുപിടിച്ചില്ലേ, ആ 4 പോയിന്റ്സ് ആണ് സ്റ്റേഷണറി പോയിന്റ്സ്. നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. ഇവിടെ നമുക്ക് ഹോട്ടസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. സോ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എവിടെയാണെന്ന് ചെക്ക് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് ഈ മെത്തേഡിലും മാക്സിമം വാല്യൂ അതോ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്റ്റേഷണറി പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ ആ ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കണം.
അത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ജസ്റ്റ് ജനറൽ മെത്തേഡ് പറയുമ്പോൾ സ്റ്റേഷനറി പോയിന്റ്സ് എന്നേ പറയുന്നുള്ളൂ എന്നേ ഉള്ളൂ. So stationary points of the function f of xyz കണ്ടുപിടിക്കണം. Subject to the constraints g of xyz is equal to c1, h of xyz is equal to c2, where c1 and c2 are constant. We proceed as follows. So ഇവിടെ രണ്ട് കൺസ്ട്രെയിൻസ് വരുമ്പോൾ നമ്മൾ രണ്ട് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ്? ലാംഡ മാത്രമല്ല മ്യൂ എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ കൊണ്ടുവരും. സോ അതാണ് ടു ഫൈൻഡ്. എന്നിട്ട് നമ്മൾ ലാംഡയും മ്യൂവും എക്സും വൈയും കണ്ടുപിടിക്കണം. സോ ബൈ സോൾവിങ് ദ 5 ഇക്വേഷൻസ്. സോ ആ 5 ഇക്വേഷൻസ് ആണ് താഴെ പറയുന്നത്. സോ ഡോ എഫ് ബൈ ഡോ എക്സ്, ഈ ലാംഡയും മ്യൂവും ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇത്രയും നേരത്തെ പോലെയാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ എക്സ്. ഇവിടെ എന്തും കൂടി ഉണ്ട്, ഒരു കൺസ്ട്രെയിൻറ്റും കൂടി ഉണ്ട്, എച്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത മ്യൂ. സോ പ്ലസ് ഒരു ടേം കൂടെ വരും, എന്താണ്? പ്ലസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ എക്സ്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ അറിയാം, അത് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ്, ഈ മൂന്ന് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് ഇക്വേഷൻ എന്ത് വരും? സിമിലർലി ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുന്നേ ഉള്ളൂ. ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ വൈ പ്ലസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇനി ഒരു ഇക്വേഷനും കൂടെ വരും, എന്താണ്? കാരണം എഫും ജിയും എച്ചും എല്ലാം എന്താണ്? 3 വേരിയബിൾ ഫംഗ്ഷനാണ്. സോ ഇതിന്റെ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡും കൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു സെഡ് വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ഒരു ഇക്വേഷൻ കൂടെ എഴുതും, എന്താണ്? ഡോ എഫ് ബൈ ഡോ ഇസെഡ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ ഇസെഡ് പ്ലസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ഇസെഡ് ഈക്വൽ ടു 0. സോ ഇതാണ് ആദ്യത്തെ 3 ഇക്വേഷൻസ്. ഇനി അടുത്ത 4ഉം 5ഉം ഇക്വേഷൻസ് ആയിട്ട് എടുക്കുന്ന തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് രണ്ടുമാണ്. ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു c1, എച്ച് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു c2. സോ നമുക്കൊരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ സ്റ്റേഷനറി പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് subject to the constraints g of xyz is equal to x square plus y square plus z square is equal to 1 and h of xyz is equal to x plus y plus z is equal to 0. സോ നമുക്ക് ഈ ഫംഗ്ഷന്റെ സ്റ്റേഷനറി പോയിന്റ്സ് കണ്ടുപിടിക്കണം. 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. സബ്ജക്ട് ടു രണ്ട് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, ജിയും എച്ചും. ഈ ജി എച്ച് എന്നൊന്നും പറഞ്ഞ് പേര് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരണം എന്നില്ല. സോ നിങ്ങൾ കൺസ്ട്രെയിൻസ് ആണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ അതിന് ജി എന്നും എച്ച് എന്നും പേര് കൊടുത്താൽ മതി, ക്വസ്റ്റ്യനിൽ അങ്ങനെ പേര് തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, സോ ഇവിടെ ആദ്യം ഞാൻ ഈ നമ്മുടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ മെത്തേഡിലെ ഇക്വേഷൻസ് എഴുതുന്നതിന് മുന്നേ എഫിന്റെയും ജിയുടെയും എച്ചിന്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ലൈനിൽ എഫിന്റെ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, പിന്നെ ജിയുടെ പിന്നെ എച്ചിന്റെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സിമ്പിൾ ആണ്, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇനി ലഗ്രാഞ്ചിയൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫോർമുല എഴുതുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് ഇക്വേഷൻ നമ്പർ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് ഫോർമുല എഴുതുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 2. തേർഡ് ഫോർമുല എഴുതുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് ജി എന്ന് പറയുന്ന കൺസ്ട്രെയിന്റും അഞ്ചാമത്തെ ഇക്വേഷൻ ആയിട്ട് എച്ച് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റും എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇക്വേഷൻസ് 1, 2, 3 നോക്കിയാൽ ആ 1, 2, 3 എന്ന് പറയുന്നത് സിമെട്രിക് ഇക്വേഷൻസ് ആണ്. അതായത് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് നോക്കിയാൽ 3x² പ്ലസ് ലാംഡ ഇൻറ്റു 2x പ്ലസ് മ്യൂ ഇൻറ്റു 1 ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2 എന്തായി? 3y² പ്ലസ് ലാംഡ ഇൻറ്റു 2y പ്ലസ് മ്യൂ ഇൻറ്റു 1 ഈക്വൽ ടു 0. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ y കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അതേപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടേക്ക് ഇസഡ് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് ഈ 3 ഇക്വേഷൻസും ഒരേ പാറ്റേണിലാണ്. വേരിയബിൾസിന് മാത്രം വ്യത്യാസമുണ്ട്, എക്സും വൈയും സെഡും ആണെന്നേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് 3 ഇക്വേഷൻസും സിമെട്രിക് ആണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എടുത്ത് നമുക്ക് സോൾവ് ചെയ്ത് എക്സ് എന്ത് കിട്ടുന്നോ അതേ പാറ്റേണിലായിരിക്കും. അല്ലെങ്കിൽ ആദ്യത്തെ 2 ഇക്വേഷൻസും എല്ലാം നമ്മൾ എടുത്തിട്ട് സോൾവ് ചെയ്ത് നമുക്ക് എക്സിന്റെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ എക്സും വൈയും കണക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ കിട്ടുന്നു. 2 ഇക്വേഷൻസ് സപ്പോസ് ഫസ്റ്റും 2 ഇക്വേഷൻസ് എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും വൈയും കണക്ട് ചെയ്ത് ഇക്വേഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇനി 1ഉം 3ഉം എടുത്ത് 1ഉം 3 എന്ന് പറയുമ്പോൾ എക്സും ഇസഡും അതിൽ ഇൻവോൾവ് ചെയ്യുന്നു എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ആദ്യത്തെ 2 സോൾവ് ചെയ്തപ്പോൾ എക്സും വൈയും ഉപയോഗിച്ച് കിട്ടിയ പോലെ കറസ്പോണ്ടിങ്ലി സെയിം ഒരു ഇക്വേഷൻ എക്സും ഇസഡും ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ ഓരോ പേഴ്സ് ഈ 2 എടുത്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ ബാക്കി ഇക്വേഷൻസ് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സിമിലർലി നമ്മൾ എഴുതിയാൽ മതി. എക്സും വൈയും കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ കിട്ടിയാൽ സിമിലർ പാറ്റേണിൽ നമുക്ക് എക്സും ഇസഡും കണക്ട് ചെയ്യുന്ന ഇക്വേഷനും വൈയും സെഡും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനും നമുക്ക് എഴുതാൻ സാധിക്കും. പിന്നെ ഇതെല്ലാം സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് അത് സിമെട്രിക്കൽ ആണ് എന്ന പ്രോപ്പർട്ടി നമ്മൾ അവിടുന്ന് തിരിച്ചറിയണം. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യണം. ഇക്വേഷൻസ് 1, 2, 3 ആർ സിമെട്രിക്കൽ. ഞാനത് ഒന്നുകൂടി എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇക്വേഷൻസ് 1, 2, 3 ഇവിടെ 3x² പ്ലസ് 2 ലാംഡ എക്സ് പ്ലസ് മ്യൂ ഈക്വൽ ടു 0. ആ 3 ഇക്വേഷൻസ് ഒന്നുകൂടെ
ഇവിടെ മ്യൂ ഇൻറ്റു വൺ എന്നൊക്കെ ഉണ്ട്, മ്യൂ ഇൻറ്റു വൺ മ്യൂ ആണ്. സോ അതെടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇക്വേഷൻസ് 1, 2, 3 എന്നതിന് വീണ്ടും അങ്ങനെ തന്നെ നമ്പർ കൊടുക്കുന്നു. അത് ഒന്നുകൂടെ എടുത്ത് എഴുതിയെന്നല്ലേ ഉള്ളൂ. ഓക്കെ. അതിനുശേഷം ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്തിരിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യുമ്പോൾ എന്താണ്, ഈ മ്യൂ മൈനസ് മ്യൂ 0 ആയിപ്പോൾ പോയിട്ട് ഈ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2 ലാംഡ കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 ലാംഡ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൾ ടു 0 എന്ന് കിട്ടും. സോ ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ എനിക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. സോ 3 ടൈംസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് 2 ലാംഡ എക്സ് മൈനസ് വൈ ഈക്വൾ ടു 0. ഇതിൽ നിന്ന് രണ്ട് ടേംസിൽ എക്സ് മൈനസ് വൈ ഉണ്ട്, അത് കോമൺ എടുക്കുന്നു. സോ എക്സ് മൈനസ് വൈ ഇൻറ്റു ബാക്കി ടേംസ് എന്ത് വരും, 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ലാംഡ ഈക്വൾ ടു 0. സോ രണ്ട് പ്രോഡക്റ്റ് ഈക്വൾ ടു 0. എ ഇൻറ്റു ബി 0 ആണെങ്കിൽ ഒന്നെങ്കിൽ എ 0 ആയിരിക്കണം അല്ലെങ്കിൽ ബി 0 ആയിരിക്കണം. സോ അതുപോലെ എക്സ് മൈനസ് വൈ ഇൻറ്റു ഒരു ടേം 0 മീൻസ് either എക്സ് മൈനസ് വൈ ഈക്വൾ ടു 0 ഓർ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ലാംഡ ഈക്വൾ ടു 0. എക്സ് മൈനസ് വൈ ഈക്വൾ ടു 0 മീൻസ് എക്സ് ഈസ് ഈക്വൾ ടു വൈ ഓർ ഇത് അതുപോലെ തന്നെ എഴുതുന്നു. സോ ഇവിടെ വെച്ച് നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടുന്നു. സോ ഞാൻ ഫസ്റ്റ് കേസ് 1 ആയിട്ട് ഈ എക്സ് ഈക്വൾ ടു വൈ, ഈ ഫസ്റ്റ് ഈ കേസാണ് ട്രൂ എന്നുള്ള അസ്യൂം ചെയ്യുന്നു. എക്സ് ഈക്വൾ ടു വൈ എന്ന് അസ്യൂം ചെയ്യുന്നു. പുട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ മതി, ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കൺസ്ട്രെയിന്റ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഈസ് ഈക്വൾ ടു 0, അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൾ ടു 0, അതിനകത്ത് എന്ത് കൊടുക്കുന്നു, വൈക്ക് പകരം എക്സ് എന്ന് കൊടുക്കുന്നു. സോ എക്സ് പ്ലസ് സെഡ് ഈക്വൾ ടു 0, 2x പ്ലസ് സെഡ് ഈക്വൾ ടു 0, സോ സെഡ് ഈസ് ഈക്വൾ ടു മൈനസ് 2x എന്ന് കിട്ടി. സോ എന്ത് കിട്ടി ഇവിടെ, എക്സ് ഈക്വൾ ടു വൈ അഥവാ വൈ ഈക്വൾ ടു എക്സ് എന്നുള്ളത് പുട്ട് വൈ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് പുട്ട് വൈ ഈക്വൾ ടു എക്സ് ആൻഡ് ഇപ്പൊ കിട്ടിയത് സെഡ് ഈക്വൾ ടു മൈനസ് 2x ഇൻ ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൾ ടു 1 ആണ്. അവിടെ വൈക്ക് പകരം എക്സ്, സെഡിന് പകരം 2x കൊടുക്കുന്നു. സോ ഇതെന്താവും, എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2x സ്ക്വയർ ഇസ് ഈക്വൾ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ ഇസ് ഈക്വൾ ടു 1. ദാറ്റ് ഈസ് 6x സ്ക്വയർ ഇസ് ഈക്വൾ ടു 1. സോ ദാറ്റ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൾ ടു 1 by 6. X square is equal to 1 by 6 means x is equal to, okay, this step ഇവിടെ ഉണ്ട് കേട്ടോ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by 6 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം, പ്ലസ് ഓർ മൈനസ് 1 by root 6. സോ അങ്ങനെ കിട്ടും. ഇനി അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, അത് ഫോട്ടോ എടുത്തപ്പോൾ വന്നതാണ്. സോ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1 by root 6, ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 by root 6 എന്നാണ് കിട്ടിയത്. ഇനി ആ എക്സിന് ആദ്യത്തെ വാല്യൂ കൊടുക്കുന്നു. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1 by root 6, നമ്മളിവിടെ നമുക്ക് കിട്ടിയ അസംഷൻസ് എന്തൊക്കെയാണ്, എക്സിന് 1 by root 6, നമ്മൾ എക്സും വൈയും സെയിം ആണ് എന്ന് എടുത്തിട്ടുണ്ട്. സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നും, അതേപോലെ സെഡ് എന്ന് പറയുന്നത് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, വൈ ഈക്വൽ ടു എക്സ്. സെഡ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 2 ഇൻറ്റു എക്സ് ആണ്. സോ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈയും സെഡും എഴുതാം. സോ എക്സ് 1 by root 6, വൈ ഈക്വൽ ടു എക്സ് ആണ്, സോ അതും 1 by root 6 വരും. സെഡ് മൈനസ് 2x ആണ്, സോ മൈനസ് 2 ഇൻറ്റു 1 by root 6, ദാറ്റ് ഈസ് മൈനസ് 2 by root 6. സോ ഒരു സ്റ്റേഷനറി പോയിന്റ് കിട്ടി, എന്താണ്, എക്സ് വൈ സെഡ് എഴുതാം. 1 by root 6, 1 by root 6, മൈനസ് 2 by root 6, ദാറ്റ് ഈസ് എ സ്റ്റേഷനറി പോയിന്റ്. ഇനി എക്സിന്റെ ഫസ്റ്റ് പോസിബിലിറ്റി 1 by root 6 എടുത്തുള്ളൂ. എക്സ് മൈനസ് 1 by root 6 എടുക്കുമ്പോൾ എക്സ് ഇസ് മൈനസ് 1 by root 6, വൈ ഈക്വൽ ടു എക്സ് ആണ്, സോ ദാറ്റ് ഈസ് ഓൾസോ മൈനസ് 1 by root 6. സെഡ് ഈസ് മൈനസ് 2x, സോ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 by root 6 ഇസ് പ്ലസ് 2 by root 6. സോ അടുത്ത സ്റ്റേഷനറി പോയിന്റ് കിട്ടി, മൈനസ് 1 by root 6, മൈനസ് 1 by root 6, 2 by root 6. ഓക്കെ. ഇനി അടുത്തത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇക്വേഷൻ നമ്പർ, ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സിമെട്രിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്, ഞാൻ മൊത്തത്തിൽ സോൾവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 എനിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഫസ്റ്റ് കിട്ടിയ ക്രൈറ്റീരിയൻ എക്സ് ഈക്വൽ ടു വൈ. 1ലും 2ലും ഇൻവോൾവ് ചെയ്യുന്ന വേരിയബിൾസ് എക്സും വൈ ആണ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ 1 മൈനസ് 3 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക ഈ രണ്ട് വേരിയബിൾസും സെയിം ആണെന്നാണ് കിട്ടുക. ഇക്വേഷൻസ് സിമെട്രിക് അല്ലേ, അപ്പോൾ ഈ സെയിം ഫോമിലെ ഇക്വേഷൻസ് കിട്ടും. സോ എന്താ കിട്ടുക, എക്സ് ഈസ് ഈക്വൽ ടു സെഡ് എന്ന് കിട്ടും. സോ അതാണ്, അത് സോൾവ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, സിമെട്രിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡയറക്റ്റ് എഴുതിയാൽ മതി. സിമിലർലി 1 മൈനസ് 3 ഗീവ്സ് എക്സ് ഈസ് ഈക്വൽ ടു സെഡ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഈ ലാസ്റ്റ് കൺസ്ട്രെയിന്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0യിൽ എക്സിന് പകരം സെഡിന് പകരം എക്സ് എന്ന്, ഞാൻ എക്സിന് പകരം സെഡ് എന്നോ സെഡിന് പകരം എക്സ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഞാൻ സെഡിന് പകരം എക്സ് എന്ന് കൊടുത്തിരിക്കുകയാണ്. സോ ഇതെന്താവും, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഈക്വൽ ടു 0, 2x പ്ലസ് വൈ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു മൈനസ് 2x എന്ന് കിട്ടി. ഇനി അടുത്ത കൺസ്ട്രെയിന്റ് എടുക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അവിടെ ഇതുപോലെ സെഡിന് എക്സും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, സെഡിന് എക്സും വൈക്ക് മൈനസ് 2x കൊടുക്കുന്നു. സോ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് മൈനസ് 2x, സോ മൈനസ് 2x സ്ക്വയർ പ്ലസ് സെഡിന് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by 6. അഗെയിൻ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 by root 6. ഇനി നേരത്തെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. വെൻ എക്സ് ഈക്വൽ ടു 1 by root 6,
വൈ ഇവിടെ എന്തായിട്ടാണ് കിട്ടുന്നത്? വൈ -2x എന്നാണ്. അതേപോലെ സെഡിന് എക്സ് എന്നാണ്. അത് വെച്ച് മറ്റ് രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. സോ എക്സ് 1/√6, വൈ ഈക്വൽ ടു -2x ആണ്. സോ -2 × 1/√6 ദാറ്റ് ഈസ് -2/√6. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെയാണ്. സോ സെഡ് ഈക്വൽ ടു 1/√6. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിന്റെ വാല്യൂ കൊടുത്ത് സെഡും വൈയും കണ്ടുപിടിക്കുന്നത്. സോ ഇവിടുത്തെ പോയിന്റ്സ് എന്താണ്? എക്സ് വൈ സെഡ്. അത് ഓർഡർ ട്രിപ്ലെറ്റ് ആയിട്ട് എടുത്തു. സോ 1/√6 -2/√6 1/√6. ദിസ് ഇസ് എ സ്റ്റേഷനറി പോയിന്റ്. വിച്ച് ഇസ് എ സ്റ്റേഷനറി പോയിന്റ് എന്ന് എഴുതണം. ഞാൻ അത് എഴുതിയിട്ടില്ല. ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത് അത് സ്റ്റേഷനറി പോയിന്റ് ആണെന്ന് ജസ്റ്റ് കാണിക്കാനാണ്. ഇനി അടുത്ത എക്സിന്റെ അടുത്ത വാല്യൂ -1/√6 കൊടുക്കുന്നു. y ഈക്വൽ ടു -2x എന്നുള്ളത് വെച്ചിട്ട് y 2/√6 കിട്ടും. z ഈക്വൽ ടു എക്സ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് -1/√6 കിട്ടും. സോ അടുത്ത പോയിന്റ് കിട്ടി. ഇനി സിമിലർലി നമ്മളിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 - 3 ചെയ്ത പോലെ 2 - 3 ചെയ്യുന്നു. 2ലും 3ലും ഇൻവോൾവ് ആയി 2ൽ ഉള്ള വേരിയബിൾ വൈയും 3ലുള്ള വേരിയബിൾ സെഡും ആണ്. സോ ഇവിടെ കറസ്പോണ്ടിംഗ്ലി സിമെട്രിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ y ഈക്വൽ ടു സെഡ് ആണ്. ഇനി ഒരു കൺസ്ട്രെയിന്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0 എടുക്കുന്നു. അവിടെ എന്ത് കൊടുക്കുന്നു? വൈക്ക് സെഡ് എന്ന് കൊടുത്തു. സോ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2z ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഇവിടെ വൈക്ക് സെഡ് എന്നോ അല്ലെങ്കിൽ സെഡിന് പകരം വൈ എന്നോ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സോ എക്സ് പ്ലസ് 2z ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു -2z എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു. അടുത്ത കൺസ്ട്രെയിന്റ് എടുക്കുന്നു. അവിടെ എക്സിന് -2z, എക്സിന് കിട്ടിയ -2z, വൈക്ക് പകരം സെഡ് എന്നും കൊടുക്കുന്നു. സോ -2z square plus z square plus z square is equal to 1. So 6z square is equal to 1. Z square is equal to 1/6 എന്ന് കിട്ടും. Z equal to plus or minus 1/√6 എന്ന് കിട്ടും. So Z 1/√6 ആദ്യത്തെ വാല്യൂ കൊടുക്കുന്നു. Y എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? Z തന്നെ. So that is also 1/√6. ഇനി x എന്ന് പറയുന്നത് -2z ആണ്. So -2 into this 1/√6 that is -2/√6. ഇവിടെ പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾ ഈ ഓർഡറിൽ 1/√6 1/√6 -2/√6 എന്ന് എഴുതി വെക്കില്ലേ? എക്സ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. സോ -2/√6 ആണ് ആദ്യത്തെ പോയിന്റ് കോർഡിനേറ്റ്. അടുത്ത വൈയുടെ വാല്യൂ ദാറ്റ് ഈസ് 1/√6. അടുത്ത സെഡിന്റെ വാല്യൂ ദാറ്റ് ഈസ് 1/√6. ആ പോയിന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഓർഡറിൽ ഡയറക്റ്റ് അങ്ങ് എഴുതി വെക്കല്ലേ, എക്സ് വൈ സെഡ് ഫോമിൽ എഴുതണം. അടുത്ത സിമിലർലി സെഡിന് -1/√6 കൊടുത്ത് വൈയും എക്സും കണ്ടുപിടിച്ചു. അടുത്ത എക്സ് വൈ സെഡ് ആ ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? 2/√6 -1/√6 -1/√6. സോ ഇത് രണ്ടും സ്റ്റേഷനറി പോയിന്റ്സ് ആണ്. സോ നമുക്കിപ്പോൾ എത്ര സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടി? 6 സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 3 കേസ് നമ്മൾ ചെയ്തല്ലോ. 3 കേസ് മീൻസ് കേസ് 1 എന്നിടത്താണ് ഇവിടെ ചെയ്യുന്നത്. കേസ് 1 തന്നെയാണിത്. ബാക്കി ഞാൻ പറയാം. കാരണം നമ്മൾ ഇപ്പം എക്സ് ഈക്വൽ ടു വൈ, സിമിലർലി അടുത്ത രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ വൈ ഈക്വൽ ടു സെഡ് കിട്ടുന്ന അതേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടില്ല. 3 × x + y + 2 ലാംഡ എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചിട്ടില്ല. അതാണ് കേസ് 2 എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതുപോലെ എക്സും വൈയും ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയ പോലെ 2, 3 ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? വൈയും സെഡും ആണ് അവിടെ വേരിയബിൾസ് വരിക. സോ 3 × y + z + 2 ലാംഡ = 0 എന്നായിരിക്കും അവിടെ വരിക. അതേപോലെ 2, 3 അല്ലെങ്കിൽ 1, 3 എടുക്കുമ്പോൾ എക്സും സെഡും ഇൻവോൾവ് ചെയ്യുന്ന കിട്ടും. അങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് ഇതുപോലെ കിട്ടും. അതാണ് കേസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, in this case, we have got all the 6 stationary points from case 1 itself. So we don't want to consider case 2, 3 × x + y + 2 ലാംഡ = 0. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനറി പോയിന്റ്സ് മുഴുവൻ, ആ സ്റ്റേഷനറി പോയിന്റ്സ് ഇതിന് മാക്സ് വരുള്ളൂ, അത് മുഴുവൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇനി അടുത്ത കണ്ടീഷൻ നിങ്ങൾ വെറുതെ എടുത്ത് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അടുത്ത കണ്ടീഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെയും വൈ വാല്യൂസ് ഒന്നും കൺസ്ട്രെയിനിൽ ഇട്ട് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസൊക്കെ വരും. സോ അത് വെറുതെ ചെയ്ത് സമയം കളയാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 15 മാർക്ക് കിട്ടും. ഇത് തന്നെ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ബാക്കി കേസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കൊന്നും അവിടെ വരാൻ പോകുന്നില്ല. സ്റ്റേഷനറി പോയിന്റ്സ് എല്ലാം കണ്ടുപിടിക്കുമ്പോൾ തന്നെ 15 മാർക്ക് കിട്ടും. പിന്നെ ബാക്കി പോസിബിലിറ്റി ചെക്ക് ചെയ്ത് അതെല്ലാം നമുക്ക് അവിടെ എല്ലാം ഫെയിലിയർ ആണ് സംഭവിക്കുന്നത് എന്ന് കിട്ടത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് സമയം കളയാവുന്നേ ഉള്ളൂ. അത് ഒരുപാട് ലെങ്തി പ്രൊസീജിയർ ഇനിയും ചെയ്യാം. അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യുന്ന ഒരാൾക്കും ചെയ്യാത്ത ഒരാൾക്കും ഈ 15 മാർക്ക് തന്നെ കിട്ടും. കാരണം സ്റ്റേഷനറി പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടും തന്നെ സ്റ്റേഷനറി പോയിന്റ്സ് എല്ലാം കിട്ടും. ഓക്കെ, സോ പിന്നെ ആക്ച്വലി ലെങ്തി ആണെന്ന് പറയാൻ കാരണം നമ്മൾ കേസ് 2 എടുത്ത് ഇതെടുക്കുന്നു. ഇനി അത് മാത്രമല്ല നമ്മുടെ കേസസ്. ഇനി ഒരു കേസിൽ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ കിട്ടി. സോ ഒരെണ്ണം ഇത് സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇതുപോലെ കിട്ടിയതിലെ അടുത്ത ഇക്വേഷൻ, അതായത് എക്സ് ഈക്വൽ ടു എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്നതിനകത്ത് ഈ ഇക്വേഷൻ എടുക്കുന്നു. വൈയും സെഡും ഇൻവോൾവ് ചെയ്യുന്ന കേസിൽ ഇതുപോലത്തെ ഇക്വേഷൻ, അതിന്റെ കേസിൽ കിട്ടുന്ന വൈയും സെഡും ഉള്ള ഈ ഇക്വേഷൻ ആണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്.
എക്സും സെഡും ഉള്ള കേസിനും വേണമെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത രീതിയിൽ അങ്ങനെ ഒരുപാട് കേസ് പോസിബിലിറ്റി നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ? ഇപ്പൊ അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾക്ക് അവിടെയെല്ലാം സൊല്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്യും. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾ ആ രീതിയിലൊന്നും ചെക്ക് ചെയ്യാൻ പോകണ്ട. ഈ ഒറ്റ കേസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി എങ്ങനെയാണ് ബാക്കി പ്രൊസീജിയർ എന്ന് മനസ്സിലാവുന്നത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ അത് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്രയും ലെങ്തി ആണിത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കേസിൽ. ഓക്കെ. സോ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ലഗ്രാഞ്ചെ മെത്തേഡ് ഫോർ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് വിത്ത് ഓൺലി 1 കൺസ്ട്രെയിന്റ്. നമ്മളിപ്പം കണ്ട ലഗ്രാഞ്ചെ മെത്തേഡിൽ 3 വേരിയബിൾസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ 2 കൺസ്ട്രെയിന്റ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത പറയാൻ പോകുന്നത് ലഗ്രാഞ്ചെ മെത്തേഡ് ഫോർ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഒറ്റ കൺസ്ട്രെയിന്റേ ഉള്ളൂ. സോ ആ കേസ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇവിടെ ലഗ്രാഞ്ചെ മെത്തേഡിന്റെ ഫോർമുല ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഫോർമുല എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്റ്റേഷനറി പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് സെഡ് ക്യൂ സബ്ജക്ട് ടു ദി കൺസ്ട്രെയിന്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ ഇത് രണ്ടും 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഒറ്റ കൺസ്ട്രെയിന്റേ ഉള്ളൂ. സോ ലഗ്രാഞ്ചെ മെത്തേഡ് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം എഫിന്റെയും ജിയുടെയും എത്ര പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെ കിട്ടും വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു സെഡും. സോ അങ്ങനെ 3 ഇക്വേഷൻസ് വരും ലഗ്രാഞ്ചെ മെത്തേഡിൽ. പിന്നെ ഇവിടെ ഒറ്റ കൺസ്ട്രെയിന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് ലാംഡ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. മ്യൂ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒറ്റ കൺസ്ട്രെയിന്റ് അല്ലേ ഉള്ളൂ ഇവിടെ. അതേപോലെ ഇനി സിമിലർ ഇക്വേഷൻ y ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0. അടുത്ത ഇസഡ് ഇൻവോൾവ് ചെയ്യുന്നത്. ഡോ എഫ് ബൈ ഡോ ഇസഡ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0. നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് ഒറ്റ കൺസ്ട്രെയിന്റ് ഉള്ളൂ. ആ കൺസ്ട്രെയിന്റ് കൊടുക്കുന്നു ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. സോ ഇതാണ് ഈ കേസിലെ ലഗ്രാഞ്ചെ ഇക്വേഷൻസ്. സോ ഞാനിവിടെ എഫിന്റെ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സും ജിയുടെ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കൊടുക്കുന്നു. ആ ഇക്വേഷൻ നമ്പർ 1, 2, 3 എന്ന് പറയുന്ന അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്ന കൺസ്ട്രെയിന്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുന്നു. ഇനി ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. ഫ്രം 1 ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഞാൻ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സ് ഇൻറ്റു 3x പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ ഇൻറ്റു ബി 0 ആണെങ്കിൽ either a ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. സോ ദിസ് ഇംപ്ലൈസ് either x ഈക്വൽ ടു 0 ഓർ 3x പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് x ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ x സോൾവ് ചെയ്തെടുക്കുകയാണ് ഈ രണ്ടാമത്തെ ഫോർമാറ്റിൽ നിന്ന്. സോ 3x ഈക്വൽ ടു മൈനസ് 2 ലാംഡ എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 2 ലാംഡ ബൈ 3. സോ ഇപ്പോൾ രണ്ട് കേസ് കിട്ടുന്നു. എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 2 ലാംഡ ബൈ 3. ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. നമ്മൾ നോക്കിയാൽ അറിയാം ഇക്വേഷൻസ് 1, 2, 3 സിമെട്രിക്കൽ ആണ്. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് വരുന്നിടത്ത് y കൊടുക്കുന്നതാണ് സെക്കൻഡ് ഇക്വേഷൻ. അടുത്ത കേസിൽ ഇവിടെ z കൊടുക്കുന്നതാണ്. ഇത് മൂന്നും സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും സോൾവ് ചെയ്യുമ്പോൾ ഒരേ ഫോർമാറ്റിലായി കിട്ടുക. സോ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ കിട്ടുക? y ഈക്വൽ ടു 0 ഓർ y ഈക്വൽ ടു മൈനസ് 2 ലാംഡ ബൈ 3. സോ അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സിൻസ് 1, 2, 3 ആർ സിമെട്രിക്കൽ, സോൾവിങ് 2 and 3 we get y 2 സോൾവ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 0 ഓർ y ഈക്വൽ ടു ഇത് തന്നെ മൈനസ് 2 ലാംഡ ബൈ 3 കിട്ടും. തേർഡ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ z ഈക്വൽ ടു 0 ഓർ z ഈക്വൽ ടു മൈനസ് 2 ലാംഡ ബൈ 3. ഇതാണ് മൊത്തം സൊല്യൂഷൻസ്. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണമെങ്കിൽ എക്സ് ഈക്വൽ ടു 0, വൈ എടുക്കുന്ന വാല്യൂ 0, സെഡ് എടുക്കുന്ന വാല്യൂ 0. അതൊരു കേസ്. അടുത്ത കേസിൽ എനിക്ക് എക്സ് 0 എടുക്കുന്നു, വൈ മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, സെഡ് 0 എടുക്കുന്നു. ഇങ്ങനെ ഒരു കേസ് കൺസിഡർ ചെയ്യാം. പിന്നെ എന്ത് കൺസിഡർ ചെയ്യാം? എക്സ് 0 എടുക്കുന്നു, വൈ മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, സെഡ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു. അതേപോലെ എക്സ് 0 എടുക്കുന്നു, വൈ 0 എടുക്കുന്നു, സെഡ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു. സിമിലർലി എക്സ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, വൈ 0 എടുക്കുന്നു, സെഡ് 0 എടുക്കുന്നു. എക്സ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, വൈ 0 എടുക്കുന്നു, സെഡ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു. എക്സ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, വൈ മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, സെഡ് 0 എടുക്കുന്നു. എക്സ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, വൈ മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു, സെഡ് മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കേസസ് എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോഴേ എല്ലാ സ്റ്റേഷനറി പോയിന്റ്സും കിട്ടും. അതാണ് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ഞാൻ എടുത്ത കേസ് മാത്രം എടുത്താൽ മതി. അവിടുന്ന് മൊത്തം സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടും. ബാക്കിയൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനിലേക്കൊന്നും എത്തില്ല. അല്ലെങ്കിൽ അവിടെ എല്ലാം കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ. സോ പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഈ എല്ലാ പോയിന്റ്സും ചെക്ക് ചെയ്യണം. അവിടെ എല്ലാം സ്റ്റേഷനറി പോയിന്റ്സ് വരുന്നുണ്ട്. ഒത്തിരി സ്റ്റേഷനറി പോയിന്റ്സ് വരുന്നുണ്ട് ഈ പ്രോബ്ലത്തിൽ. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ നോക്കുകയാണ്. ഫസ്റ്റ് കേസ് 1 ആയിട്ട് ഞാൻ എക്സും വൈയും സെഡും മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്നു. ഇങ്ങനൊരു കേസ് കൺസിഡർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ്. ഇത് മൂന്നും എക്സും വൈയും സെഡും ഈ മൈനസ് 2 ലാംഡ ബൈ 3 എടുക്കുന്ന കേസ്.
along with the constraint. So നമ്മുടെ constraint ഇവിടെ x square plus y square plus z square is equal to 1. So അവിടെ x നും y ക്കും z നും ഈ വാല്യൂ കൊടുക്കുകയാണ് -2 lambda by 3. അത് കൊടുത്ത് സോൾവ് ചെയ്ത് ലാംഡയുടെ വാല്യൂ ലാംഡ സ്ക്വയർ is equal to 9/12 എന്ന് കിട്ടും, that is 3/4. So lambda is equal to plus or minus എന്ത് വരും √3/√4, that is √3/√4 is 2. So ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് √3/2 എന്ന് കിട്ടും ആ കേസിൽ. ഇനി ലാംഡയ്ക്ക് ആദ്യത്തെ വാല്യൂ കൊടുക്കുന്നു പ്ലസ് √3/2. സോ എക്സും വൈയും സെഡും ഇവിടെ -2 lambda/3 ആണ്. ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ എക്സും വൈയും സെഡും കിട്ടും. സോ എക്സ് ഈക്വൾ ടു വൈ ഈക്വൾ ടു സെഡ് ഈക്വൾ ടു -2 lambda/3. അവിടെ ലാംഡയ്ക്ക് പ്ലസ് √3/2 കൊടുക്കുന്നു. സോ -1/√3 എന്ന് കിട്ടുന്നു. സോ ഒരു പോയിന്റ് കിട്ടി നമുക്ക്. എന്താണ് എക്സും വൈയും സെഡും -1/√3. സോ അതാണ് ഇവിടെ -1/√3 -1/√3 -1/√3 ഇതാണ് ആ പോയിന്റ്. അടുത്ത ലാംഡയ്ക്ക് -√3/2 കൊടുക്കുന്നു. എക്സും വൈയും സെഡും -2 lambda/3. അവിടെ -√3/2 എന്ന് പറയുന്ന വാല്യൂ ലാംഡയ്ക്ക് കൊടുക്കുമ്പോൾ +1/√3 കിട്ടുന്നു. സോ എക്സും വൈയും സെഡും +1/√3. അടുത്തൊരു സ്റ്റേഷനറി പോയിന്റ് കിട്ടി 1/√3 1/√3 1/√3. സോ ഇത് രണ്ടും ആർ ദി സ്റ്റേഷനറി പോയിന്റ്സ്. സോ രണ്ട് സ്റ്റേഷനറി പോയിന്റ്സ് ഈ കേസിൽ നിന്ന് കിട്ടുന്നു. അടുത്ത കേസായിട്ട് ഞാൻ എക്സും വൈയും സെഡും 0 എടുക്കുന്നു. എക്സും വൈയും സെഡും 0 എടുക്കുന്നു. ഈ കൺസ്ട്രെയിന്റ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1 അതിനകത്ത് എക്സിനും വൈക്കും സെഡിനും 0 കൊടുത്താൽ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഈക്വൽ ടു 1, അതായത് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. 0യും 1ഉം സെയിം ആണോ? അല്ല. സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അതൊരു തെറ്റാണ്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് എന്നാണ്. സോ ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് തന്നെ എക്സിനും വൈക്കും സെഡിനും ഒരുമിച്ച് 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കാൻ പറ്റില്ല. സോ ഇത് ഒരു സ്റ്റേഷനറി പോയിന്റ് ആവില്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആവില്ല. ഓക്കെ. സോ ദെർഫോർ നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൾ ടു വൈ ഈക്വൾ ടു സെഡ് ഈക്വൾ ടു 0 ഈസ് ഇമ്പോസിബിൾ. അത് എന്താണ്, അങ്ങനത്തെ സൊല്യൂഷൻ എടുത്താൽ അത് ഈ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ഈ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ, എക്സും വൈയും സെഡും. സോ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഒരു സൊല്യൂഷൻ അല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി പോയിന്റ് അല്ല. സോ അവിടെ ഫെയിലിയർ ആണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത്. നിങ്ങൾ അവിടെ ബാക്കി കേസൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊന്നും കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലൊക്കെ വരും. സോ അതുകൊണ്ട് അത് ചെയ്ത് അവിടെ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ചെയ്യാനാണെങ്കിൽ അത് ഒത്തിരി ഉണ്ട്. സോ കേസ് 2 നമുക്ക് അവിടെ നിന്ന് നിർത്താം. സോ കേസ് 3 ആയിട്ട് ഞാൻ എടുക്കുക എക്സ് ഈക്വൽ ടു 0 എന്ന് മാത്രം. എക്സിന് 0 വാല്യൂ എടുക്കുന്നു. വൈയും സെഡും ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ സബ് കേസ് ആയിട്ട് പറയും. എക്സിന് മാത്രം 0, എക്സ് 0 വാല്യൂ എടുക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഇക്വേഷൻസ് 1 to 4 ഗീവ്സ്. ഇക്വേഷൻസ് 1 to 4 നിങ്ങളൊന്ന് നോക്കിയേ. നമ്മൾ ആദ്യം എഴുതി വെച്ച ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ നമ്പർ 1ൽ എക്സിന് 0 കൊടുത്താൽ നോക്കുക, ഫസ്റ്റ് ടേം 3x², അത് 0 ആയും അടുത്ത ലാംഡ ഇൻറ്റു 2x. സോ 0 ഈക്വൽ ടു 0 എന്നാവും. ആ ഇക്വേഷൻ അങ്ങ് പോകും. രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ, ഇവിടെ എക്സ് ഇല്ല. 3y² പ്ലസ് ലാംഡ 2y ഈക്വൽ ടു 0. മൂന്നാമത്തെ ഇക്വേഷൻ ഇതുപോലെ തന്നെ വരും. 3z² പ്ലസ് ലാംഡ 2z ഈക്വൽ ടു 0. നാലാമത്തെ ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ y² പ്ലസ് z² ഇസ് ഈക്വൽ ടു 1 ആവും. സോ ഇങ്ങനെ 3 ഇക്വേഷൻസ്, ഇത് മൂന്നും നമുക്ക് വരും. ഫസ്റ്റ് ഇക്വേഷൻ പോയി എക്സിന് 0 കൊടുക്കുമ്പോൾ. സോ അതാണ് ഇക്വേഷൻസ് 1 to 4 ബിക്കംസ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. നോക്കുക, രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും അതുപോലെ തന്നെ. നാലാമത്തെ ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ y² പ്ലസ് z² ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതും. ഇനി നമുക്കിപ്പോൾ ലാംഡ 0 ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഇഫ് ലാംഡ ഈക്വൽ ടു 0, then from the first two equations, first equation ലാംഡയ്ക്ക് 0 കൊടുത്താൽ 3y² is equal to 0, അതായത് y² is equal to 0, so y equal to 0 എന്ന് കിട്ടും. സിമിലർലി അടുത്ത ഇക്വേഷനിൽ ലാംഡ 0 കൊടുക്കുമ്പോൾ z equal to 0 എന്ന് കിട്ടും. സോ ഫ്രോം ദ ഫസ്റ്റ് ടു ഇക്വേഷൻസ് നമുക്ക് y equal to z equal to 0 എന്ന് കിട്ടും, വിച്ച് കോൺട്രഡിക്ട്സ് y² plus z² is equal to 1. വൈയും സെഡും 0 ആണെങ്കിൽ ആ വാല്യൂ ഇവിടെ കൊടുത്താൽ 0 is equal to 1 എന്ന് കിട്ടും. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. 0യും 1ഉം സെയിം അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ലാംഡ 0 എന്ന് എടുത്തപ്പോഴല്ലേ ഈ പ്രശ്നം വന്നത്, വൈയും സെഡും 0 ആയിപ്പോയി, ഈ തേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകാതെ വന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് 0 ആണെങ്കിൽ അവിടെ ലാംഡ എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. ഹെൻസ് വി മസ്റ്റ് ഹാവ് ലാംഡ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ. സോ എക്സിന്റെ കാര്യം, എക്സ് ഈ വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് 0 ആണെങ്കിൽ ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ. ഇനി കേസ് 3യുടെ സബ് കേസ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതായത് എക്സ് 0, ഇനി y 0 എടുക്കുമ്പോൾ y എന്ന് പറയുന്ന വേരിയബിളും കൂടെ 0 എടുക്കുന്നു, അല്ലെങ്കിൽ y -2 λ/3 എടുക്കുന്നു. അങ്ങനെ ഓരോ സബ് കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ കേസ് 3a എന്ന് കൊടുക്കുന്നു. 3യുടെ സബ് കേസ് ആണ്. കാരണം ഈ 3യുടെ സബ് കേസുകളിലെല്ലാം എക്സ് 0 ആയിരിക്കണം. മനസ്സിലായോ? എക്സ് 0 ആകുമ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻസും ഉണ്ട്. സോ ഇത് മൂന്നും കൂടെ വെച്ചിട്ടാണ് അടുത്ത സബ് കേസുകളെല്ലാം ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ കേസ് 3a, അവിടെ എക്സ് 0 ആണ് ആൻഡ് y നോട്ട് ഈക്വൽ ടു 0, z നോട്ട് ഈക്വൽ ടു 0 എന്നെടുക്കുന്നു. സോ y നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ yക്കും z-നും എടുക്കാവുന്ന പോസിബിലിറ്റീസ് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. y 0 അല്ലെങ്കിൽ y -2 λ/3. സോ yയും z-ഉം ഏത് വാല്യൂസ് എടുക്കും, -2 λ/3. ആ വാല്യൂ ഞാൻ ഈ y² പ്ലസ് z² ഇസ് ഈക്വൽ ടു 1 എക്സ് 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
സോ വൈക്കും സെറ്റിന് -2λ/3 കൊടുത്ത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. +or-3/2√2 എന്ന് കിട്ടുന്നു. ഇനി ലാംഡയ്ക്ക് ആദ്യത്തെ വാല്യൂ 3/2√2 കൊടുക്കുന്നു. ഈ കേസിൽ വൈയും സെഡും സെയിം ആണ്, ദാറ്റ് ഈസ് -2λ/3. സോ -2λ/3 വെച്ചിട്ട് അത് കണ്ടുപിടിക്കുന്നു. -2/3 -2/3 ഇൻറ്റു ലാംഡയിൽ, സോ -2/3 ഇൻറ്റു ലാംഡയുടെ വാല്യൂ കൊടുക്കുമ്പോൾ വൈയും സെഡും കിട്ടി. സോ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എന്താണ് ഇവിടുന്ന് വൈയും സെഡും -1/√2. എക്സ് ഈ കേസിൽ എന്താണ് 0. സോ ആദ്യത്തെ പോയിന്റ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 0. പിന്നെ വൈയും സെഡും -1/√2. സോ 0 -1/√2 -1/√2 ഒരു സ്റ്റേഷനറി പോയിന്റ് കിട്ടി. അതേപോലെ ലാംഡയ്ക്ക് ഇപ്പോൾ +3/2√2 കൊടുത്ത പോലെ ലാംഡയ്ക്ക് -3/2√2 കൊടുക്കുന്നു. വൈയും സെഡും എന്താണ് -2/3 ലാംഡ വെച്ച് കണ്ടുപിടിക്കുന്നു. അടുത്ത പോയിന്റ് കിട്ടും. എക്സിന് 0, വൈയും സെഡും 1/√2. സോ അടുത്ത സ്റ്റേഷനറി പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത വീണ്ടും 3b എന്ന് പറഞ്ഞു. എക്സിന് 0 കൊടുത്താൽ കേസ് 3 തന്നെയാണ്. എക്സിന് 0, y = 0 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ എഴുതി വെച്ച y² + z² = 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ y 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? z² = 1. സോ ദാറ്റ് z = +or-1. സോ z കിട്ടിയാൽ മതി. എക്സും വൈയും 0 ആണ്. സെഡിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ -1. സോ രണ്ട് പോയിന്റ്സ് എങ്ങനെ എഴുതാം? x 0, y 0, സെഡിന്റെ വാല്യൂ 1. അടുത്ത പോയിന്റ് x 0, y 0, സെഡിന്റെ വാല്യൂ -1. സോ രണ്ട് സ്റ്റേഷനറി പോയിന്റ്സ് ഇവിടുന്ന് കിട്ടും. അടുത്ത കേസ് 3c, എക്സിന്റെ വാല്യൂ 0, സെഡിന്റെ വാല്യൂ 0. ഓക്കെ, എക്സിന്റെ വാല്യൂ 0, സെഡിന്റെ വാല്യൂ 0 എടുത്താൽ y² + z² = 1 ൽ സെഡിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? y² = 1, y = +or-1. സോ അടുത്ത സ്റ്റേഷനറി പോയിന്റ് കിട്ടി. x 0, y 1, z 0. അടുത്തത് x 0, y -1, z 0. സോ രണ്ട് സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടി. സോ x 0 ആവുന്ന എല്ലാ കേസും ഇതിനകത്ത് വന്നു കഴിഞ്ഞു. നമ്മൾ ആദ്യം എന്തെടുത്തു? x 0, y-ഉം z ≠ 0. അടുത്തത് എന്തെടുത്തു? x 0, y 0. അടുത്തത് x 0, z 0. സോ എല്ലാ പോസിബിലിറ്റി ആയി. y-ഉം z ≠ 0 ആവുന്ന കേസും എടുത്തു. അതേപോലെ y = 0 ആവുന്ന കേസ്, z = 0 ആവുന്ന കേസ് എടുത്തു. ഇനി അടുത്ത കേസ് 4. നമ്മൾ x = 0 എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത കേസുകളെല്ലാം y = 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് എക്സിന് 0 കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത കേസ് എന്താ? 3a എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത കേസ് മറ്റ് രണ്ട് വേരിയബിൾസ് x 0 ആകുമ്പോൾ മറ്റ് രണ്ട് വേരിയബിൾസ് ≠ 0. ഇനി അതിനകത്ത് ഓരോ വേരിയബിൾസ്, അടുത്ത കേസായിട്ട് എക്സിന് 0, അടുത്തൊരു വേരിയബിളിനും കൂടെ 0 കൊടുക്കുന്നു. അതിനുശേഷം x 0, നെക്സ്റ്റ് വേരിയബിൾ 0, z 0 കൊടുക്കുന്നു. ഈ ചെക്ക് ചെയ്ത് 3a, 3b, 3c എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത കേസ് പോലെ കേസ് 4 ഞാൻ y = 0 എന്ന് കൊടുക്കുന്നു. y = 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻസ് 1 to 4 നിന്ന് എനിക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഫസ്റ്റ് ഇക്വേഷൻ x ഇൻവോൾവ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ വരും. y = 0 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ അങ്ങ് പോകും. തേർഡ് ഇക്വേഷൻ z ഇൻവോൾവ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ കിട്ടും. അടുത്ത കൺസ്ട്രെയിന്റ് ആണ് ഫോർത്ത് ഇക്വേഷൻ x² + y² + z² = 1. അവിടെ yക്ക് 0 കൊടുത്താൽ yയുടെ ടേം അങ്ങ് പോയിട്ട് x² + z² = 1 എന്ന് കിട്ടും. ഇനി 4a ആയിട്ട് എന്ത് ചെയ്യുന്നു? y = 0. മറ്റ് രണ്ട് വേരിയബിൾസ് എക്സും സെഡും ≠ 0. സിമിലർലി എല്ലാം ചെക്ക് ചെയ്യാണ്. സോ ഈ രണ്ട് കേസിൽ എക്സും സെഡും എന്ത് വരും? -2λ/3. സോ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ x² + z² = 1. ഈ ഇക്വേഷൻ എടുത്തിട്ട് എക്സിനും സെഡിനും ഈ വാല്യൂ കൊടുക്കുന്നു. ലാംഡ ചെക്ക് കിട്ടുന്നു. ലാംഡയുടെ ആദ്യത്തെ വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് എക്സും സെഡും -2λ/3. അത് വെച്ച് എക്സും സെഡും കണ്ടുപിടിക്കുന്നു. y ഇവിടെ 0 ആണ്. സോ ആദ്യത്തെ പോയിന്റ് കിട്ടും. ആ പോയിന്റ് എഴുതും. അതേപോലെ ലാംഡയ്ക്ക് അടുത്ത വാല്യൂ കൊടുത്ത് എക്സും സെഡും കണ്ടുപിടിക്കുന്നു. y 0 ആണ്. സോ രണ്ട് പോയിന്റ്സ് കിട്ടും. അടുത്ത് എന്ത് ചെയ്യുന്നു? 4b ആയിട്ട് y 0. അപ്പോഴാണ് കേസ് 4. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു വേരിയബിളും കൂടെ 0 കൊടുക്കുന്നു. എക്സിന് 0. സോ ആ കൺസ്ട്രെയിന്റ് ഇവിടെ x² + z² = 1 ൽ എന്താണ് എക്സിനല്ലേ 0 കൊടുത്തത്? എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? z² = 1. സോ z = +or-1. രണ്ട് പോയിന്റ്സ് കിട്ടും. എക്സും വൈയും 0, സെഡിന് 1ഉം സെഡിന് -1ഉം കൊടുക്കുന്നതനുസരിച്ച് രണ്ട് പോയിന്റ്സ് കിട്ടും. അടുത്ത y = 0, അടുത്തൊരു വേരിയബിൾ സെഡിനും കൂടെ 0 കൊടുക്കുന്നു. സോ അടുത്ത രണ്ട് സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടും. ഇനി കേസ് 5 ആയിട്ട് ഇപ്പം കേസ് 3 എന്ന് പറയുന്നത് എക്സിന് 0, കേസ് 4 വൈക്ക് 0, അതുപോലെ കേസ് 5 ആയിട്ട് സെഡിന് 0 കൊടുക്കുന്നു. സോ ആദ്യത്തെ 4 ഇക്വേഷൻസിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. അതായത് ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ സെഡ് ഇൻവോൾവ് ചെയ്യുന്നതാണ്, അതങ്ങ് പോകും. ലാസ്റ്റ് കൺസ്ട്രെയിന്റ് z = 0 കൊടുക്കുമ്പോൾ x² + y² = 1 ആവും. കേസ് 5 എന്ന് പറയുന്നത് ഈ സെഡിന് 0യും മറ്റ് രണ്ട് വേരിയബിൾസ് ≠ 0 കൊടുത്ത് നേരത്തെ അതേ പ്രൊസീജിയർ വെച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റേഷനറി പോയിന്റ് കിട്ടും. ഓക്കെ, ഞാനിവിടെ അവിടം വരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, രണ്ട് 5bയും 5cയും ഞാനിവിടെ ചെയ്തില്ല കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല.
5A വരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. 5Bയും 5Cയും കൂടെ നിങ്ങൾ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 5B എന്ന് പറയുന്ന കേസ് സെഡിന് 0 കൊടുക്കുന്നു. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സെഡിന് 0 കൊടുക്കുന്നു. അടുത്തൊരു വേരിയബിളിനും കൂടെ 0 കൊടുക്കുന്നു. എക്സിനും കൂടെ 0 കൊടുക്കുന്നു. സോ സെഡും 0 എക്സും 0. അത് ഈ ഇക്വേഷനിൽ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ y² is equal to 1, y equal to plus or minus 1 എന്ന് കിട്ടും. എക്സും സെഡും 0 ആണ്. വൈക്ക് 1ഉം വൈക്ക് -1ഉം കൊടുക്കുമ്പോൾ 2 പോയിന്റ്സ് കിട്ടും. 5Bയും കൂടെ ചെയ്തോണം. അതേപോലെ 5C ആയിട്ട് എന്താണ്? സെഡിന് 0, ഇനി അടുത്തത് വൈക്ക് 0 കൊടുക്കുന്നു. സെഡിന് 0, വൈക്ക് 0. അത് ഈ കൺസ്ട്രെയിനിൽ വൈക്ക് 0 കൊടുക്കുമ്പോൾ x² is equal to 1, x equal to plus or minus 1. എക്സിന് +1ഉം -1ഉം, വൈയും സെഡും 0. സോ 1 0 0 -1 0 0 വരും ആ കേസിലെ പോയിന്റ്സ്. സോ 5B 5C എന്ന് പറഞ്ഞാൽ ആ 2 കേസും കൂടെ ചെയ്യണം. ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. ഇവിടം വരെ ചെയ്തിട്ട് ഞാൻ അത് ബാക്കി ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, നിങ്ങൾ അതും കൂടെ ചെയ്തോണം. സോ ഇതാണ്, ഇത്രയും പോസിബിലിറ്റീസ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഒരുപാട് സ്റ്റേഷനറി പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഇത് എസ്എ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഏതെങ്കിലും പോസിബിലിറ്റി എടുക്കാൻ വിട്ടുപോയാൽ മൊത്തം സ്റ്റേഷനറി പോയിന്റ്സും കണ്ടുപിടിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ.